أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട നിസാർ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിൽ ഇഹ്സാൻ ഈതാഇ ദിൽ ഖുർബ, നീതി, നന്മ, ഔദാര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനാണ് എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ വിഷയം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ വിഷയം വളരെ ഗഹനമായ വിഷയമാണ്. ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ ഈ വിഷയത്തിൽ സംസാരിക്കാം. പക്ഷേ 20 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ ചീട്ട് കൊടുക്കുമെന്ന് ജുബൈർ സാഹിബ് പറഞ്ഞതുകൊണ്ട് വളരെ സംക്ഷിപ്തമായ നിലയിൽ ഞാൻ ഈ വിഷയം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഞാനിപ്പോൾ പാരായണം ചെയ്ത സൂറത്ത് നഹ്ലിലെ 91-ാം വചനത്തിൽ അല്ലാഹു തആല പറയുന്നു, നീതി പുലർത്തുന്നതിനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിനും അടുത്ത ബന്ധുക്കൾക്ക് എന്ന പോലെ അന്യർക്ക് സഹായം ചെയ്യുന്നതിനും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. നീചവൃത്തിയെയും നിഷിദ്ധ കർമ്മത്തെയും നിയമലംഘനത്തെയും വിലക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവൻ നിങ്ങളെ ഉപദേശിക്കുന്നു. ഈ ആയത്ത് അവതരിച്ചപ്പോൾ തന്നെ വഹി എഴുത്തുകാരനായിരുന്ന ഹദ്റത്ത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയുണ്ടായി, ഈ ആയത്ത് ഇസ്ലാമിക അധ്യാപനങ്ങളുടെ ആകെ തുകയാണ്. അത്രത്തോളം ഗഹനമായ തത്വങ്ങൾ അടങ്ങിയ വിശുദ്ധ ഖുർആന്റെ തന്നെ 100 കണക്കിന് വചനങ്ങൾ നിർവചിക്കപ്പെടുന്ന ഒരു പരിശുദ്ധ വചനമാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് അമവിയ ഖലീഫയായിരുന്ന ഖലീഫ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം തന്റെ കാലഘട്ടത്തിൽ ജുമാ നമസ്കാരത്തിന്റെ ഖുതുബ സാനിയയിൽ ഈ ആയത്ത് നിർബന്ധമാക്കിയത്. നമുക്കറിയാം, ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പലപ്പോഴും വരുന്നത് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ ഒരു കവിത, ഉണ്ടോ സബി ഒരു കുല മുന്തിരി വാങ്ങിടുവാൻ കൽബിലൊരാശ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ആ കവിത ഒരുപക്ഷെ സാങ്കല്പികമായ കവിതയായിരിക്കാം, പക്ഷേ അത്രത്തോളം നീതിമാനായ ഒരു ഭരണകർത്താവായിരുന്നു ഹദ്റത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 2ാം ഉമർ എന്നറിയപ്പെട്ടത്. ഹദ്റത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു പോലെ തന്നെ നീതി, നന്മ, ഔദാര്യം എന്ന തത്വങ്ങളിൽ അധിഷ്ഠിതമായി ജീവിച്ച ഒരു മഹാനായ ഭരണാധികാരിയായിരുന്നു ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ജുമാ നമസ്കാരത്തിന്റെ ഖുതുബ സാനിയായി ഈ ആയത്ത് ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് ഇസ്ലാമിക അധ്യാപനങ്ങളുടെ തന്നെ ചുരുക്കമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. ഈ ആയത്തിന്റെ വിശദീകരണമായിക്കൊണ്ട് അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഖുലഫാക്കളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്തമായ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാഹു തആല നിങ്ങളോട് നീതി ചെയ്യുവാനായി കൽപ്പിക്കുന്നു. അതായത് ഒരാൾക്ക് അർഹിക്കുന്ന നീതി നമ്മൾ നിർബന്ധമായും നൽകേണ്ടതാണ്. വീണ്ടും അല്ലാഹു കൽപ്പിക്കുന്നു, നിങ്ങൾ ഇഹ്സാൻ ചെയ്യുക. ഒരാൾ അർഹിക്കുന്നതിനും അധികമായി കൊണ്ട് നമ്മൾ ചെയ്യുന്നതിനാണ് ഇഹ്സാൻ ചെയ്യുക അല്ലെങ്കിൽ നന്മ ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് പറയുന്നു, അതിനേക്കാളും അധികമായി കൊണ്ട് പറയുന്നു ഈതാഇ ദിൽ ഖുർബ, അടുത്ത ബന്ധുവിനെന്ന പോലെ നിങ്ങൾ അന്യർക്കും നിങ്ങൾ സഹായം ചെയ്യുക എന്ന്. അതായത് ഖലീഫത്തുൽ മസീഹ് സാനി ഒരു ഉദാഹരണമായി കൊണ്ട് പറയുന്നത് ഈതാഇ ദിൽ ഖുർബ എന്നുള്ളതിന് ഒരു ഉമ്മ
തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് ആ മകന്റെ ഭാഗത്ത് നിന്ന് ആ ഉമ്മാക്ക് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലല്ല, മറിച്ച് ഒരു കുട്ടി ഉണ്ടാവുക, ആ കുട്ടിയെ സ്നേഹിക്കുക, അവനെ കൊഞ്ചിക്കുക, അവനെ വളർത്തുക, അവനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് ആ ഉമ്മയുടെ ഹൃദയത്തിൻ്റെ വെമ്പലാണ്. അവർ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അവർ തിരിച്ചൊരിക്കലും തന്നെ തൻ്റെ സന്താനത്തിൽ നിന്ന് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല അത് ചെയ്യുന്നത്. അതേപോലെ തന്നെ സമാനമായ നിലയിൽ ഒരു മനുഷ്യൻ മനുഷ്യകുലത്തിന് വേണ്ടി സഹാനുഭൂതി ഉള്ളവനായി തീരുക എന്നതാണ് ഈത്തായുൽ ഖുർബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം അതിന് ചെയ്യുക, നീതി ചെയ്യുക, പിന്നീട് അതിനധികമായി കൊണ്ട് ihsan ചെയ്യുക, പിന്നീട് അത് വളർന്ന് ഈത്തായുൽ ഖുർബ എന്ന ദർജയിലേക്ക് എത്തുക. ഇനി അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആനിൽ ധാരാളം കാര്യങ്ങളിൽ നമുക്ക് ഈ അതിലിന് ഉദാഹരണം കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ പറയുന്നു, വൈസാ ഖുൽതും ഫാദിലു വലൗ കാന ദാ ഖുർബ, നിങ്ങൾ സംസാരിക്കുമ്പോൾ നീതി പാലിക്കുക, നിങ്ങളുടെ എത്ര അടുത്ത ബന്ധുവായിരുന്നാലും ശരി. അതായത് നമ്മുടെ അടുത്ത ബന്ധുവായിരുന്നാലും ശരി, നീതിക്കും സത്യത്തിനും നമ്മൾ മുൻതൂക്കം നൽകിക്കൊണ്ട് വേണം പ്രവർത്തിക്കേണ്ടത് എന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സംസാരത്തിന്റെ കാര്യം വരുമ്പോൾ, കൗലിനെ കുറിച്ച് പറയുമ്പോൾ, തേനെടുപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നന്മയെ സംബന്ധിച്ചും നീതിയെ സംബന്ധിച്ചും ആധുനിക ലോകത്തെ ഭരണകർത്താക്കളൊക്കെ വാദോരാതെ സംസാരിക്കുന്നത് കാണാം. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കൽപ്പനയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ അടുത്ത ബന്ധുക്കൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധു പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം നീതി പാലിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, വലിയ വലിയ രാജ്യങ്ങൾ നീതിയെക്കുറിച്ചും നന്മയെക്കുറിച്ചും ഔദാര്യത്തെക്കുറിച്ചുമെല്ലാം വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ വലിയ വലിയ പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. പക്ഷേ അവരുടെ സ്വന്തം ആളുകളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് വിധേയരായിക്കൊണ്ട് ജീവിക്കുന്ന രാജ്യങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ, അവർ നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾ പോലും മറന്നുപോകും. ഇപ്പോൾ നമ്മൾ ഫലസ്തീനിലും മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനീതിയും ആ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന മുതലക്കണ്ണീരൊഴുക്കുന്ന വലിയ വലിയ വമ്പൻ സാമ്രാജ്യ ശക്തികളെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതാണ് അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ സംസാരിക്കുമ്പോൾ നീതിയോടുകൂടി സംസാരിക്കുക, ആ നീതിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, ആ എത്ര അടുത്ത ബന്ധുക്കളായിരുന്നാലും നിങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ട ആളുകളായിരുന്നാലും ശരി, നിങ്ങൾ അവൾ നീതിയെ പാലിക്കുക എന്ന്. അത് മസീഹ് മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഉന്നതമായ സ്വഭാവ ഗുണം എന്നുള്ളത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇൽ ഖുർബ എന്നുള്ളതാണ്. പക്ഷേ ആധുനിക ലോകത്ത് ഇന്നത്തെ കാലത്ത് നീതിയെക്കുറിച്ചും നന്മയെക്കുറിച്ചും ഔദാര്യത്തെക്കുറിച്ചും പലരും സംസാരിക്കുന്നുണ്ട് എങ്കിലും ഹൃദയത്തിൽ നിന്ന് അത് പ്രവർത്തിക്കേണ്ട സാഹചര്യം വരുമ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ പരിമിതമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ നിർബന്ധമായും നീതിയും നന്മയും ഔദാര്യവും കാണിക്കുക. നിങ്ങളിൽ ഇഹ്സാനും അതിലും ഈതാഉൽ ഖുർബയും നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു. ഇനി നീതിയെ സംബന്ധിച്ച മറ്റൊരു സംസാരത്തിലുള്ള നീതി, അതിനെ സംബന്ധിച്ച് അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ നേരെ ചൊവ്വായ കാര്യങ്ങൾ പറയുക. അതായത് അള്ളാഹുവിനെ ഭയപ്പെടുക, നേരെ ചൊവ്വായ കാര്യങ്ങൾ പറയുക. സത്യം പറയുക എന്നതിലുപരിയായിക്കൊണ്ട് പലപ്പോഴും പലരും പറയുന്ന സത്യങ്ങൾ അത് പകുതി മാത്രമേ അതിൽ സത്യമുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ആ സത്യത്തിൽ തന്നെ വളച്ചൊടിച്ച് കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ആളുകൾ അവതരിപ്പിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ സത്യം പറയുക മാത്രമല്ല, ഖൗലൻ സദീദ, നേരെ ചൊവ്വായ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക. അതാണ് നീതിയുടെ ഏറ്റവും ആദ്യത്തേത്, അല്ലെങ്കിൽ നീതിയുടെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ചിലരുണ്ട് ഈ നീതിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോട് വളരെ മോശമായ രീതി, മറ്റുള്ളവരോട് വളരെ ദാർഷ്ട്യത്തോടുകൂടി സംസാരിക്കുന്നു. അല്ലാഹു തആല സൂറ ത്വാഹയിൽ പറയുന്നു,
ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ വഖൂലാ ലഹു ഖൗലൻ ലയ്യിന. ഫിർഔനോട് പോയി നിങ്ങൾ സത്യം പറയുക. അതെങ്ങനെയായിരിക്കും പറയേണ്ടത്? ഖൗലൻ ലയ്യിന, നിങ്ങൾ വളരെ സൗമ്യ സ്വഭാവത്തോടുകൂടി ആളുകളോട് സംസാരിക്കുക. അപ്പോൾ സംസാരത്തിന്റെ നീതി എന്നുള്ളത് സംസാരത്തിൽ സത്യമുണ്ടായിരിക്കണം. സംസാരത്തിൽ ഒരിക്കലും ദാസ്യമുണ്ടാകാൻ പാടില്ല. സംസാരത്തിൽ ഒരിക്കലും ധിക്കാരമുണ്ടാകാൻ പാടില്ല. മറ്റുള്ളവരെ അധിക്ഷേപിച്ച് സംസാരിക്കരുത്. മറിച്ച് നിങ്ങൾ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ, അത് മൃദുവായ രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ പുച്ഛിക്കരുത്, മറ്റുള്ളവരെ പരിഹസിക്കരുത് എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്നതാണ്. നീതിയുടെയും നന്മയുടെയും ഔദാര്യത്തിൻ്റെയും എണ്ണിയാലൊടുങ്ങാത്ത മാതൃക നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമനസിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. മസ്നദ് അഹ്മദ് ബിൻ ഹംബലിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സ്വഹാബി അതിനകത്ത് ജാബിറിന്റെ ഒട്ടകം അതിൻ്റെ കാലിങ്ങനെ മുടന്താൻ തുടങ്ങി. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ആ ഒട്ടകത്തിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ആ ഒട്ടകത്തിനെ തൻ്റെ കൈകൊണ്ടിങ്ങനെ ഒന്ന് അടിച്ചു. ആ ഒട്ടകത്തിൻ്റെ കാല് നേരെയായി അത് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിനോട് ചോദിച്ചു, അല്ലയോ ജാബിറെ, താങ്കൾ ഈ ഒട്ടകം എനിക്ക് കച്ചവടം ചെയ്യുമോ, എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ജാബിർ പറഞ്ഞു, തീർച്ചയായും തരാം റസൂലേ. അതിന് വില നിശ്ചയിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, നിങ്ങൾ മദീന വരെ ഈ ഒട്ടകത്തിൽ തന്നെ യാത്രയായിക്കൊള്ളുക എന്ന്. അങ്ങനെ മദീനയിലെത്തി. അതിൽ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചുറപ്പിച്ച അതിൻ്റെ വില കൈപ്പറ്റി. എന്നിട്ട് ഒട്ടകം നൽകിയിട്ട് മടങ്ങാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജാബിറെ, താങ്കൾ ഈ ഒട്ടകത്തെയും കൊണ്ടുപോവുക. അതായത് ഒരാളോട് നന്മ ചെയ്യേണ്ട അതിൽ ഈതാഉൽ ഖുർബയുടെ ദർജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ സംഭവത്തിൽ മനസ്സിലാകും. നീതിയുടെ മറ്റൊരു ഉദാഹരണം, ഒരു മനുഷ്യ സൃഷ്ടിപ്പിനെയും നമ്മൾ നിസ്സാരമായി കാണരുത് എന്ന് അല്ലാഹു തആല സൂറത്തുൽ ഹുജറാത്തിൽ പറയുന്നു, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദഖറിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങളെ വ്യത്യസ്ത സമൂഹമായിക്കൊണ്ടും വ്യത്യസ്ത ഗോത്രങ്ങളായിക്കൊണ്ടും സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനാണ് സൃഷ്ടിച്ചത്? നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി. പരസ്പരം ഒരാൾ മറ്റൊരാളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിടയിലുള്ള ഈ വിഭാഗീയത ഉള്ളത്. അല്ലാതെ അള്ളാഹുവിൻ്റെ പക്കൽ ഏറ്റവും സ്വീകാര്യമായവൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാണ്. അതുതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ വരുന്നത്, കറുത്തവന് വെളുത്തവന് മേലോ വെളുത്തവന് കറുത്തവന്റെ മേലോ യാതൊരു ശ്രേഷ്ഠതയുമില്ല, തഖ്വയിലൊഴികെയെന്ന്. അപ്പം മനുഷ്യർക്കിടയിൽ ഈ രീതിയിലുള്ള ഒരു വ്യത്യാസവും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് വ്യത്യസ്തരെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ സാമൂഹികമായും ധാർമ്മികമായും ഏറ്റവും പുരോഗതിയിൽ നിൽക്കുന്ന സമൂഹങ്ങളെന്ന് പറയുന്ന യൂറോപ്പിലും അമേരിക്കയിലും പോയാൽ കറുത്തവൻ വെളുത്തവനെ അധിക്ഷേപിക്കുന്നതും നിറത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ എല്ലാ രീതിയിലുമുള്ള വിഭാഗീയത ലോകമെമ്പാടും പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ വലിയ തോതിൽ നിലനിൽക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ഒരിക്കലും തന്നെ നിറത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ശ്രേഷ്ഠരാകുന്നത്, മറിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവരാണ് ആരാണോ അവരാണ് അള്ളാഹുവിൻ്റെ പക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇനി ഇതിൻ്റെ മറ്റൊരു വശം, നീതിപാലനം എന്നുള്ളത് നമ്മുടെ അടുത്ത ബന്ധുക്കളോടും അന്യരോടെന്ന പോലെ നമ്മുടെ അടുത്ത ബന്ധുക്കളോടും നമ്മൾ സഹവർത്തിത്വം പുലർത്തുകയും നീതിയോടെയും ഔദാര്യത്തോടെയും അവരോട് പെരുമാറുകയും ചെയ്യേണ്ടതാണ്. അതിൽ മാതാപിതാക്കളോടുള്ള കടമ പരിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു തആല മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമയെ സംബന്ധിച്ച് പറയുന്നു വസ്തൈനൽ ഇൻസാന ബിവാലിദിഹി ഹമൽനാഹു ഉമ്മുഹു വഹനം അലാ വഹൻ വഫിസാലുഹു ഫീ ആമീൻ അനിഷ്കുറു ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. പറയുന്നു, അല്ലാഹു തആല വസിയത്ത് ചെയ്തിരിക്കുന്നു, നിങ്ങൾ നിന്റെ ഉമ്മയോട് നീ ഔദാര്യത്തോടുകൂടി പെരുമാറുക, നിന്റെ മാതാപിതാക്കളോട് നീ നല്ല നിലയിൽ വർത്തിക്കുക എന്ന് നബി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു.
അതിനകത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിന്റെ നാക്ക്, നിന്റെ മൂക്ക് മണ്ണിൽ പതിയട്ടെ. വീണ്ടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ മൂക്ക് മണ്ണിൽ പതിയട്ടെ, അല്ലെങ്കിൽ അവൻ നാണം കെടട്ടെ. അങ്ങനെ 3 പ്രാവശ്യം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ച് പറയുകയുണ്ടായി. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആരെ സംബന്ധിച്ചാണ് നിങ്ങൾ ഇത് പറയുന്നത് എന്ന് ചോദിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാർദ്ധക്യാവസ്ഥയിൽ തന്റെ മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റാത്തവന്റെ മൂക്ക് മണ്ണിൽ പതിയട്ടെ, അവൻ നാശമടയട്ടെ, അവൻ ലജ്ജിതനാകട്ടെ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയുകയുണ്ടായി. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നു, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഔദാര്യം കാണിക്കുക. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, നിങ്ങൾ അവരോട് കരുണയോടെ പെരുമാറുക. വഖ്ഫിദ് ലഹുമാ ജനാഅ അദ്ദുല്ലി മിനർ റഹ്മ, നിങ്ങൾ അവർക്ക് മുമ്പിൽ കാരുണ്യത്തിന്റെ ചിറക് വിരിക്കുക. വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുവേ, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഏത് രീതിയിലാണോ എന്നോട് കാരുണ്യം കാണിച്ചത്, നീ അതേ രീതിയിൽ അവരോട് കാരുണ്യം ചെയ്യണമേ എന്ന ദുആ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിരിക്കുന്നു. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുകയാണെങ്കിൽ മാതാപിതാക്കളോടുള്ള കടമകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസ്, സുദീർഘമായ ഹദീസാണ്. അതിൽ മാതാപിതാക്കളുടെ കടമയിലേക്ക് ഒരു സംഭവം കഥ പറയുന്നുണ്ട്. ആ കഥയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളോട് മക്കൾ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നത് കാണിക്കുകയാണ്. പറയുന്നു, 3 കൂട്ടുകാർ ഇങ്ങനെ കാട്ടിൽ കൂടി നടന്നു പോവുകയാണ്. അങ്ങനെ നടന്ന് വലിയ മഴ പെയ്യാറായപ്പോൾ അവരൊരു ഗുഹയുടെ അകത്തേക്ക് ആ 3 സുഹൃത്തുക്കളും കയറിപ്പോയി. വളരെ ശക്തമായ കാറ്റും മഴയും പെയ്യാൻ തുടങ്ങി. അങ്ങനെ കാറ്റടിച്ച് ഒരു വലിയ കല്ല് വന്ന് ആ ഗുഹയുടെ മുഖം മൂടിപ്പോയി. അങ്ങനെ അവർ ആ ഗുഹയുടെ അകത്ത് പെട്ടുപോയി. പുറത്തിറങ്ങാൻ ഒരു മാർഗവുമില്ല. എല്ലാ രീതിയിലും പരിശ്രമിച്ചു നോക്കി, പുറത്തേക്ക് ഇറങ്ങാൻ ഒരു മാർഗവുമില്ല. അപ്പോൾ ആ 3 പേരും ചർച്ച ചെയ്ത് പറഞ്ഞു, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നമുക്ക് ചെയ്യാവുന്ന പരിശ്രമമൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു, ഇനി നമുക്ക് ദുആ ചെയ്യാം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മയെ എടുത്തു പറഞ്ഞുകൊണ്ട്, അള്ളാഹുവേ, ഞാൻ ഇത്തരത്തിലുള്ള നന്മ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ ഞങ്ങളെ രക്ഷിക്കണമെന്ന് ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ആളൊരു സംഭവം പറഞ്ഞു, ഒരിക്കൽ ഞാൻ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. എൻ്റെ രീതി എന്നുള്ളത് ആദ്യം എൻ്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും അതിനുശേഷം എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും കൊടുക്കുകയും അതുപോലെ ഞാൻ വളർത്തുന്ന മൃഗങ്ങൾക്കെല്ലാം അതിനാവശ്യമായ ഭക്ഷണം കൊടുക്കുകയുമായിരുന്നു എൻ്റെ രീതി. ഞാനൊരിക്കൽ വീട്ടിലേക്ക് വൈകി വന്നു. അങ്ങനെ മാതാപിതാക്കൾക്ക് ഞാനൊരു ഗ്ലാസ് പാലുമായി കൊണ്ട് ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ മാതാപിതാക്കൾ കിടന്നുറങ്ങുന്നതായി ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ കുറച്ചു നേരം അവിടെ കാത്തു നിന്നു. അവർ ഉണരുമ്പോൾ അവരെ ഉറക്കത്തിൽ ശല്യപ്പെടുത്തേണ്ട, അവരുറങ്ങുമ്പോൾ ആ പാല് കൊടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ അങ്ങനെ കാത്തു നിന്നു. അങ്ങനെ കാത്തു നിന്ന് പ്രഭാതമായി. രാവിലെ എൻ്റെ മാതാപിതാക്കൾ ഉറക്കം എഴുന്നേറ്റപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ആ പാല് കുടിക്കാനായി കൊടുത്തു. അവർ കുടിച്ച ശേഷം ഞാൻ എൻ്റെ ഭാര്യാമക്കൾക്കും എൻ്റെ മൃഗങ്ങൾക്കും എല്ലാം ആഹാരം നൽകുകയുണ്ടായി. അതുകൊണ്ട് അല്ലാഹുവേ, ഞാൻ ഈ രീതിയിൽ നന്മ ചെയ്ത വ്യക്തിയാണ്, നീ ഈ ഗുഹാമുഖത്ത് നിന്ന് ഈ കല്ലിനെ എനിക്ക് തരണമെന്ന് ദുആ ചെയ്തു. അപ്പോൾ ശക്തമായ ഒരു കാറ്റടിച്ചു. അങ്ങനെ ഗുഹാമുഖത്ത് നിന്ന് ആ കല്ല് സ്വല്പം മാറി. പിന്നെ ബാക്കിയുണ്ടായിരുന്ന 2 പേർ അവർ അവരുടെ ജീവിതത്തിൽ ചെയ്ത അതേപോലുള്ള നന്മകളെ എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയും അങ്ങനെ ആ കല്ല് പൂർണ്ണമായി മാറുകയും അവർ പുറത്തേക്ക് വരികയും ചെയ്തു എന്ന ഒരു കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ഈ സംഭവത്തിലും മാതാപിതാക്കൾക്ക് എത്രത്തോളം പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നതെന്ന് നോക്കുക. അവിടെ കൊണ്ട് തീരുന്നില്ല. നേരത്തെ നമ്മുടെ പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാലും മക്കൾ സദാ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയും അവരുടെ ഖബറിൽ പോയി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതാണ്. ആ ദുആയുടെ ഫലവും ആ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നതാണ് എന്നിവിടെ നേരത്തെ പ്രഭാഷകൻ സൂചിപ്പിച്ചു. സമാനമായ നിലയിൽ മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട കടമകളുണ്ട്. സുദീർഘമായ നിലയിൽ വിശുദ്ധ ഖുർആനിൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. ഭാര്യ ഭർത്താവിനോട് ചെയ്യേണ്ട കടമയും ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ട കടമയുണ്ട്. അങ്ങനെ മനുഷ്യകുലത്തിലുള്ള മുഴുവൻ ബന്ധങ്ങളും സഹോദരൻ സഹോദരനോട്, സഹോദരി സഹോദരനോട് ചെയ്യേണ്ട കടമകൾ, അങ്ങനെ
നീതിയുടെയും നന്മയുടെയും ഔദാര്യത്തിൻ്റെയും എണ്ണിയാലൊടുങ്ങാത്ത ഉദാഹരണങ്ങൾ നമുക്ക് ഈ രീതിയിൽ വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഒരിക്കൽ പ്രസവം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ കാണാനായി പോവുകയുണ്ടായി. അങ്ങനെ ആ കുട്ടിക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ എടുത്ത് തന്റെ കയ്യിൽ വെച്ചുകൊണ്ട് വിതുമ്പാൻ തുടങ്ങി. അങ്ങനെ ധാരിധാരിയായി കണ്ണിൽ നിന്ന് കണ്ണീരെഴുതാൻ തുടങ്ങി. അപ്പോൾ ഹദ്റത്ത് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ എന്തിനാണ് കരയുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഹാദിഹി റഹ്മത്തുൻ, ഇത് കരച്ചിലല്ല, ഇത് കാരുണ്യമാണ്. അല്ലാഹു എനിക്കൊരു സന്താനത്തെ നൽകി, ആ സന്താനത്തിൽ നിന്ന് വീണ്ടും ഒരു സന്താനത്തെ നൽകി. അവൻ ഇച്ഛിക്കുകയാണെങ്കിൽ അതിനെ അവൻ തിരിച്ചെടുക്കുന്നതാണ്. ഞാൻ അള്ളാഹുവിനോടുള്ള അള്ളാഹു നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന ഔദാര്യത്തെ ഓർത്ത് കരയുകയാണ്. അത് ഔദാര്യത്തിന്റെ കണ്ണുനീരുകളാണ്, അല്ലാതെ വിഷമിച്ചുകൊണ്ടോ പ്രയാസപ്പെട്ടുകൊണ്ടോ കരയുന്നതല്ല എന്ന് പറയുകയുണ്ടായി. മറ്റ് ധാരാളം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടികളോടൊക്കെ കാണിച്ചിട്ടുള്ള ഇഷ്കിന്റെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ മാതാപിതാക്കൾക്ക് മക്കളോടും ധാരാളം കടമകൾ വിശുദ്ധ ഖുർആനിലും ഇതിന്റെ ഹദീസുകളും കാണാൻ സാധിക്കുന്നതാണ്. മക്കളെ സംബന്ധിച്ച് ഏതുവരെ എന്നാൽ മക്കളെ വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ അവരെ വഖഫ് ചെയ്യരുത് എന്ന് നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഹദ്റത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തിൽ പറയുന്നുണ്ട്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പ്രായമായപ്പോൾ അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞു, യാ ബനയ്യ ഇന്നി അറാ ഫിൽ മനാം, ഞാനൊരു സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൽ നിന്നെ അറുക്കുന്നതായി കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്മതം അറിയിച്ച ശേഷമാണ് അദ്ദേഹം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വഖഫ് ചെയ്യാൻ തയ്യാറാകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം നടക്കാൻ തയ്യാറാണ്. സമാനമായ നിലയിൽ ജമാഅത്തിൽ കുട്ടികളെ വഖഫ് ചെയ്യുമ്പോഴും ആ കുട്ടികൾക്ക് പ്രായപൂർത്തിയായി അവരുടെ സമ്മതം ലഭിച്ച ശേഷം മാത്രമേ മാതാപിതാക്കൾക്കും ആ വഖഫ് പൂർത്തിയാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഔദാര്യത്തിന്റെയും നീതിയുടെയും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഏത് രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത് എന്നുള്ളതിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ഉദാഹരണമായി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ സഫിയ അവർ യഹൂദ ഗോത്രത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യഹൂദികളെന്ന് മദീനയിൽ പറയുന്നത് അന്ന് മുസ്ലിങ്ങൾ യഹൂദി എന്ന് പരിഹാസ രൂപത്തിലായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം അവരുടെ സ്വഭാവ സവിശേഷതകൾ കാരണത്താൽ പരസ്പരം യഹൂദി എന്ന് അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ സഫിയയെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഭാര്യ നീ യഹൂദിയുടെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഫിയ പറയുകയുണ്ടായി, ഇതുപോലെ എന്നെ യഹൂദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായി പറഞ്ഞു, അല്ലയോ സഫിയ, നീ അവരെക്കാൾ ശ്രേഷ്ഠയാണ് എന്ന് എന്തുകൊണ്ട് നീ മറുപടി പറഞ്ഞില്ല? ഹാറൂൻ നിന്റെ പിതാവാണ്, ഹദ്റത്ത് മൂസ നിന്റെ ആപ്പയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതായത് ഞാനാകട്ടെ നിന്റെ ഭർത്താവുമാണ്. അപ്പോൾ ഖുറൈശികളെക്കാൾ നീ ശ്രേഷ്ഠയാണ് എന്ന് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് സഫിയയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായിട്ടൊരു സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ആ രീതിയിലുള്ള ഒരു രീതിയിലുള്ള വിഭാഗീയത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതേപോലെ തന്നെ അഹ്സാബ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില എതിരാളികൾ അവർ പിടിക്കപ്പെടുകയുണ്ടായി, പലരും വധിക്കപ്പെട്ടു. അപ്പോൾ അതിനു മുമ്പുള്ള യുദ്ധങ്ങളിൽ ബദറിലും ഉഹദിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ ശവശരീരങ്ങളോട് ഈ ശത്രുക്കൾ വളരെ മോശമായ നിലയിൽ അവരുടെ പലരുടെയും കൈവെട്ടി, ചിലരുടെ മൂക്ക് വെട്ടി, ചിലരുടെ കരൾ പറിച്ചെടുത്തു. അങ്ങനെയൊക്കെ മൃതശരീരങ്ങളോട് പോലും പലരും ക്രൂരത കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ യഹൂദികളുടെ ചില നേതാക്കൾ വധിക്കപ്പെട്ടപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്ദേശം അയച്ചു, ഞങ്ങൾ ഇത്ര 1000 ദിർഹം പകരമായി നൽകാം, മൃതശരീരം ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായി പറഞ്ഞു സ്വഹാബത്തിനോട്, ഞങ്ങൾ
മൃതശരീരങ്ങൾക്ക് വില നിശ്ചയിക്കാറില്ല എന്നവരോട് പറയുക. അവർക്ക് വേണമെങ്കിൽ ഈ മൃതശരീരങ്ങൾ നിങ്ങൾ വിട്ടുകൊടുത്തുകൊള്ളുക. ഒരു രീതിയിലും ഈ മൃതശരീരങ്ങളോട്, അതായത് അവർ ചെയ്തതിന് പകരമായിട്ട് പോലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രീതിയിൽ അവരോട് പ്രവർത്തിച്ചിട്ടില്ല. സമാനമായ നിലയിൽ ഫതഹ് മക്കയുടെ വേളയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധുക്കളെ ഷഹീദാക്കിയവർ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ, അവർ നബി തിരുമേനി മക്കയിൽ വിലക്ക് നേരിട്ടപ്പോൾ ആ വിലക്ക് കാരണത്താൽ, വിലക്ക് കാരണത്താൽ പട്ടിണി കിടക്കേണ്ടി വന്നിരുന്ന സാഹചര്യത്തിലാണ് അതിനകത്ത് ഖദീജ വഫാത്താകുന്നത്. ഇതൊക്കെയും തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പാക്കി കളഞ്ഞു, അവർക്ക് മറന്നു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലാ തസ്രീബ അലൈക്കും വൽയൗം, ഈ ദിവസം നിങ്ങൾക്ക് മേൽ ഒരു രീതിയിലും നിങ്ങളോട് നീതി നിഷേധിക്കപ്പെടുകയില്ല എന്ന് പറയുകയുണ്ടായി. ഒരു സംഭവം പറയുന്നു, ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാബയുടെ അകത്തേക്ക് കയറാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ കാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്ന തൽഹയോട് പറയുകയുണ്ടായി, എനിക്കതിൻ്റെ താക്കോലൊന്ന് വേണം, എനിക്കതിൻ്റെ അകത്ത് കയറി ഇബാദത്ത് ചെയ്യാനാണെന്ന്. അപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായില്ല, പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും താക്കോൽ തരികയില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദിവസം വരും, അന്ന് ഈ താക്കോൽ എൻ്റെ കയ്യിലായിരിക്കും എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ആ ദിവസമാണെന്ന് ഫതഹ് മക്കയുടെ ദിവസം. അങ്ങനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാനാഖാബയിലെത്തി. എന്നിട്ട് പറഞ്ഞു, അവനെ വിളിച്ചുകൊണ്ടുവരിക. അവൻ ഹാജരാക്കപ്പെട്ടു. ഭയന്ന് വിറച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ നിന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താക്കോൽ തരിക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കോൽ വാങ്ങി കാബയുടെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് 2 റക്അത്ത് നഫൽ നമസ്കരിച്ചു. നമസ്കാരത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നു, വാതിൽ പൂട്ടി. ആ താക്കോലിന്റെ അവകാശികളാകാൻ വേണ്ടി അന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസൊക്കെ തയ്യാറായി നിന്നു. ആ താക്കോൽ എനിക്ക് തരണം. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് ആഗ്രഹിച്ചു, ഹദ്റത്ത് ഉമർ ആഗ്രഹിച്ചു, ഹദ്റത്ത് ഉസ്മാൻ ആഗ്രഹിച്ചു, ഹദ്റത്ത് അലി ആഗ്രഹിച്ചു. ആ താക്കോലിന്റെ അവകാശം എനിക്ക് വിട്ടുകിട്ടണമെന്ന് പറയുകയുണ്ടായി. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ താക്കോൽ ഉസ്മാൻ ഇബ്നു തൽഹയുടെ കയ്യിലേക്ക് തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്മാൻ, ഞാൻ ഒരിക്കലും നീ ചെയ്ത അനീതിക്ക് പകരം തിരിച്ച് ഞാൻ അനീതി ചെയ്യുകയില്ല. കാരണം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് അമാനത്ത് അത് അർഹിക്കുന്ന ആളുകളുടെ കയ്യിൽ നൽകണമെന്നാണ്. നീ ആയിരുന്നു ഇത്രയും കാലം അവകാശി. ഇന്ന് വിജയശ്രീലാളിതനായിക്കൊണ്ട് ഞാൻ ഈ മക്കയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും ഈ താക്കോൽ ഞാൻ നിന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു. ഇന്നും കാബയുടെ ആ അകത്തുള്ള താക്കോൽ ഉസ്മാൻ ഇബ്നു തൽഹയുടെ കുടുംബാംഗങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന നീതിയുടെ ഉദാത്തമായ മാതൃക. എൻ്റെ സമയം ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതാണ്. നീതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ മറ്റൊരു കാര്യം അമാനത്തിനോട് നീതി പുലർത്തുക എന്നതാണ്. എന്താണ് അമാനത്ത് എന്നതും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലുഹും റായിൻ വകുല്ലുഹും മസ്ഊലുൻ അൻ റായിയതിഹി, നിങ്ങളെല്ലാവരും ഭാരവാഹിത്വം നൽകപ്പെട്ടവരാണ്, ചുമതലകൾ നൽകപ്പെട്ടവരാണ്. നിങ്ങളുടെ ചുമതലകളെ സംബന്ധിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ജനങ്ങളുടെ നേതാവായി നിശ്ചയിക്കപ്പെടുന്നവൻ, ജനങ്ങളുടെ അമീറായിക്കൊണ്ട് നിശ്ചയിക്കപ്പെടുന്നവൻ അവരുടെ മേൽ അവരുടെ ഉത്തരവാദിയാണ്. വഹുവ മസ്ഊലുൻ, അവൻ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ജനങ്ങളും ഉത്തരം പറയേണ്ടതാണ്. അഹ്ലു ബൈത്തിഹി, തന്റെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച്. മസ്ഊലുൻ, അവനോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതേപോലെ സ്ത്രീകളും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ ഓരോരുത്തരുടെയും കടമകളും ഉത്തരവാദിത്തങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഭാരവാഹിത്വം അല്ലെങ്കിൽ ഉത്തരവാദിത്തം ആർക്കാണോ നൽകപ്പെടുന്നത് അവർ ആ ഭാരവാഹിത്വം അല്ലെങ്കിൽ കടമകൾ ശരിയായ നിലയിൽ ചെയ്യുന്നില്ല എങ്കിൽ നാളെ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ അവരോട് ചോദിക്കുന്നതാണ്, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഭാരവാഹിത്വം ശരിയായ രീതിയിൽ ചെയ്തില്ല എന്നുള്ളത്. നമുക്കറിയാം, ഭൗതികമായ ലോകത്ത് നൽകപ്പെടുന്ന അധികാരങ്ങൾ, അവകാശങ്ങൾ, അതൊക്കെ ഒരു പ്രിവിലേജാണ്, വലിയൊരു നമുക്കത് അഭിമാനമാണ്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഭാരവാഹിത്വം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നിങ്ങളെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന ആ അമാനത്തിനെ നിങ്ങൾ എത്ര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തു, ഏത് രീതിയിൽ നിങ്ങൾ ആ അമാനത്തിൻ്റെ കടമകൾ നിറവേറ്റി
എന്ന് അല്ലാഹു തആല നിങ്ങളോട് ചോദിക്കുന്നതാണ്. ഒരിക്കൽ ഹദ്റത്ത് അബൂ ദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ അമീറാക്കിക്കൂടെ, അല്ലെങ്കിൽ എന്നെയും നിങ്ങൾ ഭരണാധികാരിയാക്കിക്കൂടെ എന്ന്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂ ദർ അൻത സഈഫുൻ, അല്ലയോ അബൂ ദർ, താങ്കൾ ദുർബലനാണ്. തീരുമാനമെടുക്കേണ്ട സാഹചര്യത്തിൽ നീതിയോടുകൂടി, അതിനോടുകൂടി, ഈതായുൽ ഖുർബായോടുകൂടി അതിൻ്റെ കടമകൾ നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിച്ചില്ല എങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടതാണ്. ഈ ഭാരവാഹിത്വം എന്നുള്ളതിന് അമാനത്താണ്. അതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ സംബന്ധിച്ച് ഭയപ്പെടുക എന്ന് അബൂ ദറിനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുത്തുകയുണ്ടായി. പിന്നെ മറ്റൊരു ഹദീസിൽ വരുന്നു, ഇന്ന വല്ലാഹി ലാ നുവല്ലി അലാ ഹാദൽ അമലി അഹദൻ സഅലഹു വലാ അഹദൻ അർസല അലൈഹി. സ്ഥാനമാനങ്ങൾക്ക് ആഗ്രഹിക്കുന്നവനും എനിക്ക് ഇന്ന സ്ഥാനം കിട്ടണം, എനിക്ക് ഇന്ന ഭാരവാഹിത്വം ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവന് ഒരിക്കലും ആ സ്ഥാനമാനങ്ങൾ നൽകാൻ പാടുള്ളതല്ല. കാരണം അങ്ങനെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവർ അവരും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ഭാരവാഹിത്വം എന്നുള്ളതൊരു അമാനത്താണ്. ആ അമാനത്തിന്റെ കടമകൾ ശരിയായ നിലയിൽ നിങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ സ്വർഗം നിങ്ങൾക്ക് ഹറാമാക്കപ്പെടുന്നതാണ്. ഈ അടുത്ത കാലത്തൊരു ഖുത്ബയിൽ ഭാരവാഹികളുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചുകൊണ്ട് നമ്മളെ താക്കീത് ചെയ്യുകയുണ്ടായി. ഭാരവാഹികൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായ നിലയിൽ നിറവേറ്റുന്നില്ല എങ്കിൽ തങ്ങളുടെ സ്വന്തം കരങ്ങൾ കൊണ്ട് അവർ സ്വർഗത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കുകയാണ് ചെയ്യുന്നത് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ഉദ്ധരിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ആ ഭാരവാഹിത്വത്തിനോടുള്ള കടമകളും ശരിയായ നിലയിൽ നിറവേറ്റുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ ഈ അധ്യാപനം, അള്ളാഹുവിന്റെ ഈ കൽപ്പന, അതിൽ എഹ്സാൻ, ഈതായുൽ ഖുർബ, നന്മ, ഔദാര്യം, അതുപോലെ തന്നെ നീതി എന്നുള്ളത് വളരെ വിശാലമായ ഒരു വിഷയമാണ്. അരമണിക്കൂറിനുള്ളിൽ അത് പൂർണ്ണമായ നിലയിൽ അവതരിപ്പിച്ച് തീർക്കാൻ സാധ്യമല്ല. അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും തന്നെ നീതിയുടെ അടിസ്ഥാനപരമായ മാർഗങ്ങളിലൂടെ ചലിക്കുന്നതിനും എഹ്സാനിലേക്കും അതേപോലെ തന്നെ ഈതായുൽ ഖുർബയുടെ അവകാശങ്ങൾ നിറവേറ്റുന്നതിലേക്കും അള്ളാഹു നമ്മളെ തുണയ്ക്കുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.